ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു വർക്കിംഗ് ഡേ അല്ല, ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്ക് പോവാണ്. ഇന്ന് സാധാരണ നമ്മൾ സൺഡേസ് ആണ് ഫിഷ് മേടിക്കാൻ പോകുന്നത് ഇതുവരെ. പിന്നെന്താ, പുതിയ രാവിലെ തന്നെ നമ്മൾ പോകാനാണ്. കുറച്ച് അതിരാവിലെ പോയി കഴിഞ്ഞാൽ അധികം തിരക്കുണ്ടാവില്ല. അപ്പോൾ ഒരു ഏകദേശം കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പോൾ പാല് വരുന്നുള്ളതുകൊണ്ട് പാലിന് വേണ്ടി വെസലൊക്കെ വെളിയിൽ വെച്ചിട്ടാണ് പോണത്. പിന്നെ ഇവർക്കൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഒരു ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റാണിത്. നമ്മുടെ ഖരാടിയിൽ തന്നെ വരുന്നൊരു ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റാണ്. ഇവർക്കൊരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ഫിഷുകൾ വരുന്നുണ്ടെന്നുള്ള ഒരു അപ്ഡേറ്റ് അവർ തരും. പുതിയ പുതിയ ഫിഷുകൾ വരുമ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം പോവാണ് നമ്മൾ. അപ്പം നമുക്കും കാണാം എന്തൊക്കെ ഫിഷൊക്കെയാണ് ഇന്ന് വന്നിട്ടുള്ളതെന്ന്. ഓക്കെ, ഇനി നിങ്ങളൊരു അടിപൊളി കാഴ്ച കാണാൻ പോവാണ്. അതായത് നമ്മുടെ പൂനെയിൽ ഇവിടെ സിഗ്നൽസ് ബാധകമല്ല. അതായത് റെഡ് സിഗ്നൽ ആണെങ്കിലും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാം. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗുരുഗ്രാമിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് സിഗ്നൽസ് പാലിക്കാണ്ട് ഇങ്ങനെ വണ്ടികൾ പോകുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഗുരുഗ്രാമിൽ ആകെയുള്ള പ്രശ്നം ട്രാഫിക്കാണ്. എൻ്റെ അമ്മ ഒടുക്കത്തെ ട്രാഫിക്കാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ഇവിടെ സിഗ്നൽസ് ഒക്കെ മാന്യമായിട്ട് നോക്കി ചെയ്യാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരുപാട് ആക്സിഡൻസ് നടക്കാറുണ്ട്. സ്കൂട്ടറിലൊക്കെ ഒരുപാട് ആക്സിഡൻസ് ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിഷ് മാർക്കറ്റിലേക്ക് നമ്മൾ അടുക്കുന്നു. ഇതാണ് നമ്മുടെ ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ത്രെഡ് ചെയ്യാനൊക്കെ വരുന്നത് ഇവിടേക്കാണ്. ഒരുപാട് സലൂൺസ് ഉണ്ട്. പിന്നെ പെറ്റ്സിൻ്റെ ഒരു ഷോപ്പുണ്ട്, ക്ലിനിക്ക് ഉണ്ട്, അങ്ങനെ കുറേ കാര്യമുണ്ട്. ഈ കാണുന്ന ഒരു സിറ്റി മോൾ എന്ന് പറഞ്ഞിട്ടൊരു മോളാണ്. വലിയ മോളല്ല, ബട്ട് നമ്മുടെ സിനിമകളൊക്കെ ഒരുപാട് ഇവിടെ വരാറുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, ഒരു ചെറിയൊരു മോളാണ്. പക്ഷെ കാന്താര സിനിമ വന്നിട്ട് നമ്മുടെ മലയാളം ഡബ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ലാസ്റ്റ് ഹിന്ദി ഇരുന്ന് കാണേണ്ടി വന്നു. ഹിന്ദി, അതും സബ് ടൈറ്റിൽസ് പോലും അവർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നിരുന്ന ഫസ്റ്റ് ഒരു നമ്മുടെ സിനിമയുടെ ആ ഒരു ഇൻട്രോ തുടങ്ങുന്ന സമയത്ത് അവർ സബ് ടൈറ്റിൽസ് ഒന്ന് കാണിച്ചപ്പോൾ തന്നെ ഞാൻ ശ്രീനോട് പറഞ്ഞു, സബ് ടൈറ്റിൽസ് ഉണ്ട്, രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ മൂഞ്ചി പോയേനെ ശരിക്കും പറഞ്ഞാൽ. പിന്നെ രാവണപ്രഭു ഒക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മലയാളം ഉണ്ടായിരുന്നു. ഇനി കുറേ സിനിമകളൊക്കെ കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ ഫിഷാണ്. കുറേ ഫിഷ് ഉണ്ട്. നല്ല മത്തിയൊക്കെ ഇരിപ്പുണ്ട്. മത്തിയുണ്ട്. നമ്മുടെ റാണി എന്ന് പറഞ്ഞിട്ടൊരു ഫിഷാട്ടോ, ആ ഒരു ഓറഞ്ച് കളറിലിരുന്നത്. നമ്മുടെ നാട്ടിൽ അതിന് വേറെ എന്തൊരു പേര് പറയും തോന്നുന്നു, എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ പുഴമീനുകളാണ്. റോഹു, കട്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ റോഹുവിനൊക്കെ ഒരു എടുക്കുമ്പോഴേ ഈ ഒരു മിഴുമിഴുപ്പാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ മിഴുക്ക് പോലെ ഇരിക്കും. എനിക്കത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നും കേട്ടോ. എനിക്കറിയത്തില്ല അവരെങ്ങനെ കഴിക്കണേന്നൊക്കെ. ഇത് നമ്മുടെ അയലയില്ല, അയലയുടെ ഒരു വേറൊരു ഇനമാണ്. ഇവിടെ ബാഗ്ന എന്തോണ് പറയുന്നത്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ അവർ പറഞ്ഞ ഈ ഇത് കറി വെക്കാൻ അത്ര സുഖമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഫ്രൈ ചെയ്യാനല്ല. അവിടെ ഞാൻ 2 എടുത്തു. പക്ഷെ എന്തായാലും മനസ്സിൽ കൊള്ളാമോ എന്നുള്ളൊരു ഇതായിരുന്നു, വേണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ ചെറിയ പ്രോൺസ് ഇവിടെ കിട്ടും. ചെറിയ കുട്ടി പ്രോൺസ്. അത് 340 രൂപയാണ് കേട്ടോ കിലോ. അത് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അയല എടുത്തിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് മനസ്സങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് തിരിച്ചു കൊണ്ട് വെച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള അയലേനെ ഞാൻ എടുത്തിട്ടുണ്ട്. വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ആ മറ്റേ അയലയ്ക്ക് അതിൻ്റെ തൊലിക്ക് ഇത്തിരി കട്ടിയുണ്ട്, നല്ല കട്ടിയുണ്ട്. നമ്മുടെ ഇത് ഇത്തിരി സോഫ്റ്റ് അല്ലേ, മറ്റേ ഇത്തിരി കട്ടിയുണ്ട് കേട്ടോ. 2 ഞാൻ ഒരു തവണ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരു തവണ മേടിച്ചിട്ട് വീട്ടിൽ പോയിട്ടാണ് ക്ലീൻ ചെയ്തത്. കാര്യം അതിൻ്റെ പൊന്നൊക്കെ ചിലപ്പോൾ ഇവർ കളയും. നമുക്ക് വീട് കൊണ്ടുപോയിട്ട് പൊന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് റോസ്റ്റിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതേ ഞാൻ വന്നിട്ട് മത്തി എടുക്കുന്നുണ്ട്. മത്തി നല്ല മത്തിയായിരുന്നു കേട്ടോ. അത് കുറച്ചധികം മത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നെടുത്ത ഫിഷ്. അതായത് മത്തി കുറച്ചെടുത്തിട്ടുണ്ട്, അയല 2 എടുത്തിട്ടുണ്ട്, കുറച്ച് അധികം പ്രോൺസ് എടുത്തിട്ടുണ്ട്. പ്രോൺസ് ക്ലീൻ ചെയ്യാനായിട്ട് സൺഡേ നടപടിയാവുന്ന കേസല്ല, കാരണം നല്ല തിരക്കാണ്. അല്ലെങ്കിൽ നമ്മൾ വർക്കിംഗ് ഡേ വന്നിട്ട് നമ്മൾ പ്രോൺസ് മേടിക്കണം, അല്ലെങ്കിൽ അത് രാവിലെ വന്നാലും മതി കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനും കൂടെ മേടിച്ചിട്ട് തിരിച്ചു പോവാണ്.
ഇത് തൊട്ട് സൈഡിലുള്ള കട കേട്ടോ. നമ്മൾ ഉണക്കമീൻ, നാട്ടിൽ ഉണക്കമീനൊക്കെ കിട്ടുന്നതാണ്. നമ്മുടെ മസാലപ്പൊടിയൊക്കെ കിട്ടും. ഈ പുള്ളിക്കാരൻ മലയാളിയാണോ എന്ന് സംശയമുണ്ട്, കാരണം ഇതുവരെ ചോദിക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഖരാടിയിൽ നമുക്കൊരു ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ കൺഫ്യൂഷൻ അടിച്ച് നടക്കണ്ട, അയ്യോ ഫ്രഷ് ടു ഹോമിൽ നിന്ന് ഓർഡർ ചെയ്യണോ അതോ നമ്മൾ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് പോകണോ. പിമ്പിരിയിലോട്ടൊക്കെ ഇവിടുന്ന് പോകാനായിട്ടൊരു 1 hour എടുക്കും, അല്ലെങ്കിൽ ഒരു ½ hour എടുക്കും. അപ്പം അവിടെയൊക്കെ പോയിട്ടും ഫിഷ് മേടിക്കാനായിട്ട് നിൽക്കണ്ട, ഖരാടിയിൽ താമസിക്കുന്നവർക്ക്. അപ്പോൾ പുതുതായിട്ട് പുനെയിൽ വരികയാണെങ്കിൽ ഖരാടിയിൽ തന്നെ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം അടിപൊളി വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.